ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന ഡ്രാമയുടെ ബാക്കി കഥ നമുക്കിനി ലോങ് വീഡിയോസിലൂടെ കേട്ടാലോ. ഷെൻസിക്യുവിന് നേർ ഇൻഹെങ് തോക്കു ചൂണ്ടുന്നു. താൻ ബോധം പോയുറങ്ങിയത് ഷെൻസിക്യുവിൻ്റെ പണിയാണെന്ന് അയാൾ തിരിച്ചറിയുന്നു. എന്നാൽ യങ് മാസ്റ്റർ ഇന്നിനെ കൊടുക്കാൻ നീ എന്തിനു ശ്രമിച്ചെന്ന് അയാൾ അവളോട് ചോദിക്കുന്നു. തലേ ദിവസം തങ്ങൾ സംസാരിച്ചത് നീ ഒളിച്ചു കേട്ടത് എന്തിനായിരുന്നെന്നും അയാൾ അവളോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ താൻ യിൻഹെങ്ങിനെയാണോ യങ് മാസ്റ്റർ യിൻ അഥവാ യിൻ സെങ്കാവിനെയാണോ വിവാഹം കഴിക്കേണ്ടി വരിക എന്നവൾ അയാളോട് ചോദിക്കുന്നു. യിൻഹെങ്ങിനെ രക്ഷിച്ചതിൻ്റെ കടപ്പാട് അയാൾക്ക് തന്നോട് വേണമെന്ന് ഷെൻസിക്യു ഓർമ്മിപ്പിക്കുന്നു. ജീവിതം കൊണ്ട് കടപ്പാട് തീർക്കാനാണോ ഉദ്ദേശമെന്നും അവൾ ചോദിക്കുന്നു. പുറത്ത് ആളനക്കം കേട്ട് അവരങ്ങോട്ട് നോക്കുന്നു. അവളുടെ മുറിയിലേക്ക് ആളുകൾ അതിക്രമിച്ചു കയറി മുറി മുഴുവൻ തിരയുന്നു. അസാധാരണമായ ഒരു പെട്ടി അവിടെ കാണുകയും അവരത് തുറന്നു നോക്കുകയും ചെയ്യുന്നു. എന്നാൽ യിൻഹെങ്ങിനെ അതിലൊന്നും കണ്ടില്ല. അവൾ അവൻ്റെ മുറിവിൻ്റെ കാര്യം അന്വേഷിക്കുന്നു, കൂടെ ആളുകൾ എന്തിനാണ് അന്വേഷിച്ചു വന്നതെന്നും. എന്നാൽ യിൻസെങ്കാവിനെ അന്വേഷിച്ചാണ് അവർ വന്നതെന്ന് അവൻ അവളോട് പറയുന്നു. സിസ്റ്റർ ഹോങ് കടന്നു വരുന്നതോടെ അവർ തമ്മിൽ ചുംബിക്കുന്നു. യങ് മാഡം ഒരു ലെറ്റർ തന്നു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുന്നു. ഷിയാക്യുവിനെ അറിയാമോ എന്ന യിൻഹെങ്ങിൻ്റെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു അവളുടെ മറുപടി. മറിച്ച് ഷിയാക്യു ആരെന്ന് അവൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതൊരു വാർണിംഗ് ആയിരിക്കാമെന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. പുറത്തു വന്ന യിൻഹെങ് ഒരു വാഹനത്തിൽ കയറുന്നു. അതിൽ മറ്റൊരാൾ കൂടി ഉണ്ടായി. ഷെൻസിക്യുവിൻ്റെ ആഗമനോദ്ദേശം തന്നെ യങ് മാസ്റ്റർ യിനുമായി ബന്ധം സ്ഥാപിക്കലാണെന്ന് അയാൾ യിൻഹെങ്ങിനെ അറിയിക്കുന്നു. ഓൾഡ് മാഡത്തിൻ്റെ ഡെത്തിനെ കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയേ അറിയാം. പിന്നീട് കാണിക്കുന്നത് മുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന ഷിയാക്യുവിനെയാണ്. യിൻ സെങ്കാവിന് തിരികെ എത്തിയല്ലോ, പിന്നെ എന്തിനാണ് ലിതുവിലേക്ക് ലെറ്റർ അയച്ചതെന്ന് ജോലിക്കാരി അവരോട് ചോദിക്കുന്നുണ്ട്. ഷെൻസിക്യുവിനെ പരിചയമുള്ള മട്ടിലാണ് ഷിയാക്യുവിൻ്റെ പെരുമാറ്റം. ഷിയാക്യു ആയിരിക്കുമോ ഷെൻസിക്യുവിനെ ഉപേക്ഷിച്ചു പോയ ആ സഹോദരി? ഷിയാക്യു അയച്ച ലെറ്റർ കത്തിച്ചു കളയുകയാണ് ഷെൻസിക്യു. പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നു അവൾ. ഷിയാക്യു തന്നെ അവളുടെ സഹോദരി, അത് നമുക്ക് ഉറപ്പിക്കാം. ഷിയാക്യു യിൻ ഫാമിലിയിലേക്ക് വിവാഹം കഴിച്ചു പോയ ശേഷം അവൾ ഓർഫനേജ് വിടുന്നു. പിന്നീട് ഒരിക്കൽ പുറത്തു വെച്ച് അവൾ ഷിയാക്യുവിനെ കാണുന്നുണ്ടെങ്കിലും സെക്യൂരിറ്റി അവളെ തള്ളിയിടുന്നു. അവിടെ വെച്ച് അവൾ യിൻഹെങ്ങിനെ കാണുന്നു. ഷിയാക്യുവിന് സിസ്റ്റർ ഉണ്ടോ എന്ന് യിൻഹെങ് അവളോട് അന്വേഷിച്ചെങ്കിലും ഇല്ലെന്നായിരുന്നു അവളുടെ മറുപടി. ഇതെല്ലാം കേട്ടുകൊണ്ട് വായിൽ തുണി തിരികെ നിലയിൽ ഷെൻസിക്യു അവിടെ നിൽപ്പുണ്ടായിരുന്നു. യിൻഹെങ് അവളെ പറഞ്ഞു വിടുന്നു. ഇതിനെല്ലാം പ്രതികാരം ചെയ്യാനാണ് ഷെൻസിക്യു വന്നിരിക്കുന്നത്. യിൻ ഫാമിലി നിനക്ക് പറ്റിയ സ്ഥലമല്ലെന്ന് യിൻഹെങ് പറഞ്ഞത് ഷെൻസിക്യു ഓർക്കുന്നു. നിങ്ങൾക്ക് തെറ്റി, യിൻ ഫാമിലി എനിക്കുള്ള സ്ഥലമാണെന്ന് അവൾ മനസ്സിൽ പറയുന്നു കണ്ണീരോടെ. പിന്നീട് കാണിക്കുന്നത് യിൻ കൊട്ടാരമാണ്. ഗൗന് നഷ്ടപ്പെട്ട ഗുഡ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് അവർ മേശയ്ക്ക് ചുറ്റുമിരുന്ന്. മാത്രമല്ല അന്ന് മാസ്റ്റർ യിനിൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു. അദ്ദേഹത്തെ വിഷ് ചെയ്യാൻ ഷെൻസിക്യു എത്തുന്ന സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ശേഷം എന്ത് സംഭവിക്കുന്നെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞോളൂ.